Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എപ്സൺ എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത വൈഫൈ പ്രിന്ററായ എപ്സൺ L3150 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും അതിൽ ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ, ഫസ്റ്റ് ഇങ്ക് റീഫില്ലിംഗ് എങ്ങനെയാണെന്നുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോയിൽ ഫുൾ കണ്ടന്റും ഉണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സാക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് എപ്സൻ്റെ L3150 എന്ന പ്രിൻ്ററിൻ്റെ ബോക്സ്. ഇതിനകത്താണ് പ്രിൻ്റർ ഉള്ളത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ നിയറസ്റ്റ് ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് എപ്സൻ്റെ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഫ്രീ ആയിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റിസ്ക് ഒഴിവാക്കാം. പിന്നെ വാറണ്ടി ഇഷ്യൂസും കാണിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ നിയറസ്റ്റുള്ള എപ്സൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. എന്നാൽ ഇൻസ്റ്റാളേഷൻ സമയത്തുള്ള എന്തെങ്കിലും റിസ്ക്കുകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ലാമിനേറ്റ് ചെയ്ത് ഫോയിൽ ചെയ്ത് കവർ ഒഴിവാക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. ഓക്കെ, ഇതിൻ്റെ ഇങ്ക് കോഡ് 003 ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ കുറേ എപ്സൻ്റെ ഇങ്ക് കോഡുകളുണ്ട്. അതൊരിക്കലും ഈ മോഡലിലേക്ക് റീഫിൽ ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ അതിൻ്റെ ഡ്രൈവർ സൈഡിയും പിന്നെ യൂസർ മാനുവൽ, യൂസർ ഗൈഡുള്ള എല്ലാം ഉള്ളൊരു ചെറിയൊരു കിറ്റാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ശേഷം ഇതേ കണ്ടില്ല, ഇവിടെ ഇങ്കിൻ്റെ സെറ്റാണ്, ഇങ്ക് ബോട്ടിൽസാണ് ഉള്ളത്. 4 ഇങ്ക് ബോട്ടിലാണ് വരുന്നത്. ടാങ്കിൽ 4 ഇങ്കാണ്, സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. അത് മാറ്റി വെച്ചു. ഇത് പവർ കോഡാണ്, പവർ കേബിൾ, അത് മാറ്റി വെച്ചു. USB കേബിളാണ് നമ്മളിപ്പോൾ മാറ്റി വെച്ചത്. അപ്പോൾ എല്ലാ കിറ്റും അതിൻ്റെ കൂടെയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന എല്ലാ ആക്സസറീസും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഈ തെർമോകോൾ ഒഴിവാക്കാം. ഒഴിവാക്കി എന്നിട്ട് ഈ ബോക്സിൽ നിന്നും നമുക്ക് ഈ പ്രിൻ്റർ എടുക്കണം. കൊണ്ടെടുക്കുന്ന സമയത്തൊന്നും ഡാമേജ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട അവരാളുകൾ വന്ന് ചെയ്തു തരുന്നതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെച്ചു. ഇനി നമുക്ക് ഈ കവർ ഫുൾ ഒഴിവാക്കാം. ആ കവർ ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സമയം ഒരിക്കലും പ്രിൻ്റർ പവർ കേബിൾ കണക്ട് ചെയ്ത് ഓൺ ആക്കരുത്. ഇനി കുറച്ച് മെത്തേഡുകൾ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ കവർ ഒഴിവാക്കിയതിന് ശേഷം ഈ കാണുന്ന ബ്ലൂ ടാപ്പ് ഫുള്ള് റിമൂവ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ബ്ലൂ ടാപ്പ് റിമൂവ് ചെയ്യണം, അല്ലാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യരുത്. കഴിയുന്നത് നിങ്ങൾ ഓൺലൈൻ വഴി ഒന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് പീസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. പിന്നെ അതെന്തായാലും വാറണ്ടിയിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. കാരണം ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി ഇല്ലാത്തതാണ്. അത് ചിലപ്പോൾ ഇങ്കിനൊക്കെ പ്രശ്നം ഉണ്ടായെന്നും വരും. അതേപോലെ വേറൊരു കാര്യം, നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരിക്കലും ഓൺലൈൻ വഴി ഇങ്ക് വാങ്ങരുത്. കാരണം ഓൺലൈനിൽ നിന്ന് വരുന്ന 99% ഇങ്കും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി ഓൺ ദ സ്പോട്ടിൽ കട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ബ്ലൂ ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു ബ്ലൂ ടാപ്പുകൾ. ഓക്കെ, ഇവിടെയാണ് പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്നത്. പേപ്പർ പ്രിൻ്റ് ചെയ്തതിൻ്റെ ഔട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ. ഇനി നമുക്ക് ഇങ്ക് റീഫിൽ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ പ്രിൻ്റർ ഓൺ ചെയ്യരുത് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ നമുക്ക് ഓരോരോ ഇങ്ക് റീഫിൽ ചെയ്ത് തുടങ്ങാം. ഇതേപോലെ ഡോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഓരോരോ കോഡുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്, ബിക്ക് എന്നാണ് ബ്ലാക്ക്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി, ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ടാങ്കിലേക്ക് അതിങ്ങനെ ഫുള്ളാവുന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ? ഇല്ലാത്ത ഭാഗം ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇങ്ക് സിയാൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇങ്ക് വരുന്നത് മജന്തയാണ്. റെഡ് അല്ല, മജന്തയാണ് വരുന്നത്. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക.
അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ റീഫില്ലാവുന്നത് കാണാം. അങ്ങനെ റീഫില്ലാവുന്ന ഭാഗത്തെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡിങ്, ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിങ് ഉണ്ടാവും, കണ്ടില്ലേ? ഇതേപോലെ തന്നെയാണ് ഫ്യൂച്ചറിൽ ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യുന്നതും. ഓക്കെ, ഒരിക്കലും കമ്പ്യൂട്ടർ പറയില്ല ഇങ്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇവിടെ നമ്മൾ ഫിസിക്കലായി നോക്കുക തന്നെ വേണം. അപ്പോൾ മജന്ത ഇങ്ക് നമ്മൾ റീഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് യെല്ലോ ഇങ്കാണ്. യെല്ലോ ഇങ്കിൻ്റെ ബോട്ടിൽ ടാങ്കിൻ്റെ മുകളിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യെല്ലോ ഇങ്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി വന്നിട്ട് ലാസ്റ്റത്തെ ഇങ്ക ബ്ലാക്കാണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം കഴിയുന്ന ഇങ്കും ബ്ലാക്ക് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, റെഡ് അല്ല ഇതിലുള്ളത്, മജന്തയാണ്. അപ്പോൾ റെഡാക്കുന്നത് ബ്ലാക്കും മജന്തയും പാടെ മിക്സ് ചെയ്യുമ്പോഴാണ് റെഡായി മാറുന്നത്. ഓക്കെ, വേറെയും കുറേ കോമ്പിനേഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്നത് കണ്ടില്ല ടാങ്കിൽ. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ക് റീഫില്ലിങ് ഒരിക്കലും വാറണ്ടിയിൽ വരുന്നതല്ല, അത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇങ്കും റീഫില്ലായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്ററിൽ പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ആക്കാം. അപ്പോൾ പവർ കേബിൾ വരുന്നത് പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എൻഡിലാണ്, ബാക്ക് സൈഡിലാണ് വരുന്നത്. അവിടെ ജസ്റ്റ് പവർ കേബിൾ കണക്ട് ചെയ്തു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഈ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിങ് ഉണ്ടാവും. ഒരിക്കലും ശ്രദ്ധിക്കുക, ഈ സമയം നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യരുത്. ഓക്കെ, പ്രിൻ്ററിൻ്റെ ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ, അപ്പോൾ മാത്രം കണക്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ഹോൾഡായി വെക്കുക. ഈ സമയം പവർ ഒറ്റയടിക്ക് ഓഫ് ആവാനും പാടില്ല, പവർ ഫെയിലിയർ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് കറണ്ട് പോകുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവരുത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ എന്ത് ചെയ്യുക, ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതേപോലെ ആ ലൈറ്റ് ഓഫായി, പിന്നെ ഈ പവർ ലൈറ്റ് ഓൺ ആവും, ഗ്രീൻ ലൈറ്റ്, അത് കഴിഞ്ഞ് ഈ ഓറഞ്ച് ലൈറ്റ് ഓൺ ആവും. അങ്ങനെ മാറി മാറി കത്തി ഏകദേശം ഒരു 10 മിനിറ്റ് പ്രോസസ്സിങ് ഉണ്ടാവും. അതിനുശേഷം ഇതാ പവർ ലൈറ്റ് കണ്ടില്ലേ, ഗ്രീൻ ലൈറ്റ്, അത് സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആണ്, പ്രിൻ്റർ റെഡി ടു പ്രിൻ്റ് എന്നുള്ള കണ്ടീഷനിലാണ്. പിന്നെ ഒരു മൊബൈലിൽ ചിഹ്നത്തിൻ്റെ മേലെ ലൈറ്റ് കത്തുന്നുണ്ടല്ലേ, ഓൺ ആയിരിക്കുന്നുണ്ടല്ലേ, അത് വൈഫൈ ഡയറക്റ്റ് ഓൺ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ ഓൺ ആക്കില്ലോ എന്നുള്ളതും മൊബൈലിൽ നിന്ന് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഉള്ളത് ഞാൻ മുമ്പ് 2-3 വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിച്ച് നോക്കാം, ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. യൂസർ മാനുവലിലുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തു, ജസ്റ്റ് സ്കാനറിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ആരോ മാർക്കിൻ്റെ അവിടെ വെച്ചു, അവിടെയാണ് 0 വരുന്നത്. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ബ്ലാക്ക് ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഈ ബ്ലാക്ക് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ആ സമയം പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ ഔട്ട് പ്രിൻ്റ് ചെയ്ത് ഔട്ട് വരുന്നു, പ്രിൻ്റ് അതിൽ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആണ്. ഓക്കെ, വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാൻ ഈ 2 ബട്ടൺ, വൈഫൈ ഐ എന്നുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതേപോലെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ 2 ഗ്രീൻ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷ് ചെയ്ത് നിൽക്കും. എന്നിട്ട് മൊബൈലിൻ്റെ റൗട്ടറിൻ്റെ ചിഹ്നം കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ കൈ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.